2022 തെളിഞ്ഞു. പക്ഷെ ആ 3 കൊല്ലം തികഞ്ഞപ്പോഴും ഇപ്പോഴും നമ്മുടെ കൂടെയുള്ളവനെ പോലെ അവനെ അനുസ്മരിക്കുകയും അവന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. ആരൊക്കെ? നാട്ടിലുള്ള എല്ലാവരും, ഉസ്താദുമാരെയും നേതാക്കളും ഒക്കെ ഓർക്കുകയാണ്. എന്നാൽ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ചില ആളുകളൊക്കെ ഉണ്ട്. ആ ആളുകൾ നമ്മളെ പോലെയുള്ള പ്രായത്തിലുള്ള കുട്ടികളാണ്. ആ കുട്ടികളൊക്കെ മരിച്ചു എന്ന് പറയുന്നതിന് മുമ്പ് ഒന്ന് മരിച്ച് കിട്ടിയെങ്കിൽ എന്ന് പറയുന്ന വിധത്തിൽ അവരുടെ പ്രവർത്തനം മോശമായിക്കൊണ്ടിരിക്കുകയാണ്. അവിടെയാണ് MSFന്റെ ആഭിമുഖ്യത്തിൽ, ഹരിതയുടെ ആഭിമുഖ്യത്തിൽ ഈ ഒരുമിച്ച് കൂടിയിട്ടുള്ള എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളോട് പറയാനുള്ളത്, നാം ജീവിക്കുന്ന കാലം വളരെ ശ്രദ്ധിച്ചു കൊണ്ട് കഴിയുന്നതാണ്. നമ്മുടെ പ്രവർത്തനങ്ങൾ ഏതെങ്കിലും ഒരു നല്ല കാര്യത്തോട് നമ്മൾ ചേർത്ത് വെച്ചില്ലെങ്കിൽ നമ്മൾ ഏത് സമയത്തും വീഴ്ച പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്കൊരു കുടുംബത്തോടും സമൂഹത്തോടും ഒക്കെ സ്വന്തത്തോടും ഒക്കെ കടപ്പാട് തോന്നുന്ന ലക്ഷ്യബോധമുള്ള പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകരായി നമ്മൾ മാറണം. അതിന് ഏറ്റവും അനുയോജ്യമായ ഒരു പ്രസ്ഥാനമാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ വിദ്യാർത്ഥി പ്രസ്ഥാനം. MSFും ഹരിതയും എന്നൊക്കെ മനസ്സിലാക്കി അതിന്റെ കൂടെ നിങ്ങൾ ചേർന്ന് നിൽക്കാൻ തയ്യാറായ തുടർന്നും നിങ്ങൾ ഉണ്ടായിരിക്കണമെന്നൊക്കെ ഓർമ്മപ്പെടുത്തി. നമ്മുടെ ഉത്തരവാദിത്തം എന്താണ്? കുട്ടികളാണ് നമ്മുടെ സംരംഭങ്ങളൊക്കെ കബൂലാക്കണേ അല്ലാഹ്. ഇടകാലങ്ങൾക്ക് ഈ ലോകത്തും പരലോകത്തും നല്ല ജീവിതം നൽകണേ അല്ലാഹ്. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين. നമുക്ക് ജീവിതം സമർപ്പിക്കാൻ, ജീവിതത്തിൽ തുടർന്ന് പ്രവർത്തിക്കാൻ അല്ലാഹു നമ്മയൊക്കെ അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ എന്ന് പ്രാർത്ഥിച്ച് ഈ ഒരു പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നൽകുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.